എന്താണ് റാണി, എന്താ സംഭവിച്ചത്? അവിടുന്ന് ഭയപ്പെടണ്ട, നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്ന് മോഹാലസ്യപ്പെട്ട് വീണു, അത്രയുള്ളൂ. നാം ആകെ ഭയന്നുപോയി. ഭയക്കണ്ട തിരുമനസേ. തിരുമനസേ, അങ്ങൊരു പിതാവാകാൻ പോകുന്നു. സത്യമാണ് നാം കേട്ടത്. ഭഗവാനെ, കൈലാസനാഥ, ശ്രീ പരമേശ്വര, ശ്രീനീലകണ്ഠ, അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ടുവോ? നമ്മുടെ അനബദ്ധ്യ ദുഃഖത്തിന് അങ്ങൊരു പരിഹാരം കണ്ടല്ലോ. നന്ദി ഭഗവാനെ, 1000 നന്ദി. റാണി വിശ്രമിക്കൂ. നാം വേഗം കൊട്ടാരം വൈദ്യനെ വിളിപ്പിക്കാം. ഇനിയെല്ലാം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാവട്ടെ. മന്ത്രി, കൽപ്പിച്ചാലും എത്രയും വേഗം വൈദ്യരോട് നമ്മെ മുഖം കാണിക്കണമെന്ന് അറിയിക്കണം. കൽപ്പന പോലെ തമ്പുരാൻ. അങ്ങുന്നേ, തമ്പുരാട്ടിക്കെന്താ പെട്ടെന്നൊരു മോഹാലാസ്യം? ഇനി വല്ല ഗർഭവും മറ്റോ ആണോ? ഫൽഗുന, വെറുതെ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. ഓ, വൈദ്യരില്ലേ വരുന്നേ? ഇയാൾ ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ? തിടുക്കത്തിൽ വരണ്ടെന്നറിയിക്കാൻ നാം ദൂതരോട് പറഞ്ഞിരുന്നാണല്ലോ. അതുകൊണ്ടാവും തിടുക്കത്തി ഇങ്ങ് പോന്നേ. ഫൽഗുന, വേണ്ട. വേണ്ടെങ്കി വേണ്ട. പ്രണാമം മന്ത്രി മുഖ്യ. പ്രണാമം. മഹാരാജാവ് തിരുമനസ് ഏറെ നേരമായി വൈദ്യരെ കാത്തിരിക്കുന്നു. എന്താണ് മന്ത്രി മുഖ്യ, എന്തു പറ്റി പെട്ടെന്ന്? മഹാറാണി പൂജാമുറിയിൽ മോഹാലസ്യപ്പെട്ട് വീണു. ശിവ, നമ്മെ അന്വേഷിച്ചെത്തിയ ഭടന്മാർ തിടുക്കത്തിലെത്താൻ അറിയിച്ചില്ലല്ലോ. ഓ, ഇനിയിപ്പോ മഹാരാജാവിനോട് ഇതൊന്ന് ഉണർത്തിക്കാൻ നിൽക്കണ്ട. ഓ, വേഗം മഹാറാണിക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കുക. വരിക. ഓ. പ്രണാമം മഹാരാജൻ. പ്രണാമം. വരണം വൈദ്യരെ. നാമും ദേവിയും ഏറെ ആഹ്ലാദ ചിത്രാണിപ്പോ. നമ്മുടെ ചിരകാല അഭിഷ്ടം സാക്ഷാൽ ശ്രീ ത്രിലോകാധിപൻ സാധ്യമാക്കി തന്നുവെന്ന് നാം കരുതുന്നു. പന്തളം രാജവംശത്തിന് ഒരു പിന്തുടർച്ചാവകാശി ദേവിയുടെ ഉദരത്തിൽ പിറവിയെടുക്കുന്നുവെന്ന് നാമും ദേവിയും വിശ്വസിക്കുന്നു. വൈദ്യർ ദേവിയെ പരിശോധിക്കണം. ഗർഭാവസ്ഥയില് ദേവി സേവിക്കേണ്ട ഔഷധങ്ങളും ഭുജിക്കേണ്ട ആഹാരവും അങ്ങ് നിർദ്ദേശിക്കണം. ശരി മഹാരാജൻ, നാം തമ്പ്രാട്ടിയെ പരിശോധിക്കട്ടെ. ആകട്ടെ.
എന്താ വൈദ്യരെ? ക്ഷമിക്കണം മഹാരാജൻ, അവിടുത്തെയും റാണിയുടെയും പ്രതീക്ഷകൾ വിഫലമാണ്. റാണി ഗർഭവതിയല്ല. അവിടുന്ന് നിരാശപ്പെടരുത്, വ്യാകുലപ്പെടുകയും അരുത്. പ്രാർത്ഥനയും നേർച്ച കാഴ്ചകളും മുടങ്ങാതെ അനുഷ്ഠിക്കുക. അവിടുത്തെ അനവദ്യതാ ദുഃഖം ശ്രീപരമേശ്വരനും വൈകുണ്ഠനാഥനും നിശ്ചയം കാണും. ഇങ്ങനെ ഒരു ഹതഭാഗ്യായി പോയല്ലോ ഞാൻ. ഞാൻ കാരണം ഈ കുല അറ്റുപോകുമല്ലോ വൈകുണ്ഠനാഥ. തമ്പുരാട്ടി, പുത്ര സൗഭാഗ്യത്തിന് അർഹതയില്ലെന്ന് തീർച്ചപ്പെടുത്തും വിധം പ്രായമൊന്നും അധികരിച്ചിട്ടില്ലല്ലോ അവിടത്തേക്ക്. എല്ലാം ഈശ്വരഹിതമാണ്. ഈ ഭൂവിൽ ഒരു സൃഷ്ടി ഉണ്ടാവുന്നുവെങ്കിൽ അത് ത്രിമൂർത്തികൾ നിശ്ചയിക്കണം. സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ കാലം നിശ്ചയിക്കുന്നതും ത്രിമൂർത്തികൾ തന്നെയാണ്. ഭഗവാനെ കൈലാസനാഥ, അറിഞ്ഞുകൊണ്ട് ഒരപരാധവും ഈ ഉള്ളവൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തിനാണ് മഹാപ്രഭു അടിയനെ ഈ വിധം പരീക്ഷിക്കുന്നത്? ഇക്കാലം അത്രയും അങ്ങേ മാത്രം പ്രാർത്ഥിച്ച് വ്രതവും ജപവും മുടങ്ങാതെ അനുഷ്ഠിച്ചിട്ടും അനപത്യതാ ദുഃഖത്തിനാണല്ലോ ഈ ഉള്ളവന്റെ വിധി. മഹാരാജൻ, സൂര്യൻ ഉദിക്കാൻ ആരും ഒന്നും ചെയ്യണ്ട. പക്ഷേ സൂര്യോദയം കാണണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ ഉണരണം, ഉണർവോടെ നോക്കണം. ജപ ധ്യാന വൃതാദികൾ ഈശ്വര കൃപാകടാക്ഷം കൈവരുന്നതിന് വേണ്ടിയാണ്. അവിടത്തേക്ക് സൂര്യ തേജസ്സോടെയുള്ള ഒരു പുത്രനെ നൽകി സർവേശ്വരൻ അനുഗ്രഹിക്കും. ഭഗവാനെ കൈലാസനാഥ, കൈവിടരുതേ. അങ്ങുന്നേ, അങ്ങുന്ന് ഇവിടെ ഈ നടക്കുന്ന നടപ്പെല്ലാം നേരെ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ കാശിയിലെത്തായിരുന്നു. ഫൽഗുന വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അങ്ങുന്നേ, അങ്ങുന്ന് എന്തിനാ ഇപ്പൊ ഈ നടക്കുന്നേ? നാം ആലോചിക്കുകയാണ്. ഓ, ഫൽഗുന, നീ എന്തിനാ നടക്കുന്നത്? ഞാനും ആലോചിക്കുകയാണങ്ങുന്നേ. എന്ത്? അങ്ങ് എന്താ ആലോചിക്കുന്നതെന്ന് ആലോചിക്കുമായിരുന്നു. എടാ മണ്ട, തമ്പുരാട്ടി ഗർഭവതി അല്ല എന്നല്ലേ വൈദ്യൻ പറഞ്ഞത്? ഇനി ഗർഭം ധരിക്കാൻ സാധ്യത ഉണ്ടെന്നും വൈദ്യൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് രണ്ടിന്റെ കഥ കഴിയണം. അതിനുള്ള വഴിയാ നാം ആലോചിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അങ്ങൊന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഫൽഗുണനേറ്റു. തമ്പുരാന് നമ്മെ വിശ്വാസമുള്ളിടത്തോളം കാലം ചതിക്കാനുള്ള അവസരവും നമുക്ക് ലഭിക്കും. പക്ഷേ അത് മറ്റാരും അറിയരുത്. അറിഞ്ഞാൽ എന്താ അങ്ങുന്നേ? മഹാരാജാവ് നാട് നീങ്ങിയ പിന്നെ അവകാശികളില്ലാത്ത ഈ രാജ്യത്തിന് അങ്ങ് മാത്രമല്ലേ അവകാശി? രാജകൽപ്പന ധിക്കരിക്കാനും മഹാരാജാവിനെ എതിർക്കാനും പിന്നെ ആർക്കാ ധൈര്യം വരിക?
അങ്ങനെ നമ്മൾ മനക്കോട്ട കെട്ടിയിട്ട് കാര്യമില്ല ഫൽഗുന. രാജശേഖരൻ സമസ്ത പ്രജകൾക്കും സമ്മതനായ മഹാരാജാവാണ്. അങ്ങനെയുള്ള തമ്പുരാൻ ചതിക്കപ്പെട്ടെന്ന് പ്രജകൾ മനസ്സിലാക്കിയാൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. പ്രജകളെ ശത്രുക്കളാക്കി ഒരു ഭരണാധികാരിക്കും മനസമാധാനത്തോടെ രാജ്യം ഭരിക്കാനാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ? തന്ത്രങ്ങൾ മെനയണം. ഒന്നുകിൽ മഹാരാജാവിനെ മറ്റാരും അറിയാതെ ചതിയിലില്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ജനസമ്മതി നഷ്ടപ്പെടുത്തി ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും നാം പിടിച്ചു പറ്റണം. എങ്കിൽ നമുക്ക് ചതിയിൽ ഇല്ലാതാക്കാം കുന്നേ. എന്താ? ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും നമുക്ക് എങ്ങനെ കിട്ടാനാ? ആലോചിക്കണം. എന്തെങ്കിലും ഉപായം ലഭിക്കാതിരിക്കില്ല. ആ. ഫൽഗുനൻ ഉപായം ആലോചിക്കുകയാണോ? അല്ലെന്നുന്നേ, ഈ തമ്പുരാട്ടി ഇപ്പൊ എന്താ മോഹാലാസ്യപ്പെട്ട് വീണത് എന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെന്തിനാ ഇപ്പൊ ആലോചിക്കുന്നത്? ആ, ഞാൻ മനഃപൂർവ്വം ആലോചിച്ചല്ലോ. ചതിക്കാനുള്ള ഉപായം ആലോചിച്ചപ്പോ എന്റെ ചിന്തയിൽ വന്നത് ഇതാണങ്ങുന്നേ. എന്താണെന്നറിയില്ല. എന്തെങ്കിലും ചിന്തിക്കണമെന്ന് വിചാരിച്ചാൽ വേറെന്തെങ്കിലും ആയിരിക്കും ആലോചനയിൽ വരുന്നത്. ഇതൊരു അസുഖമാണോ? ഞാനും വൈദ്യനെ കാണണോ? ഫൽഗുന, നിന്റെ ചിന്ത പോയത് അസ്ഥാനത്തല്ല. റാണി അനപത്യ ദുഃഖത്താൽ ആദി പൂണ്ട് രക്താതി സമ്മർദ്ദത്താൽ മോഹാലസ്യപ്പെട്ട് വീണു എന്നാണല്ലോ വൈദ്യം പറഞ്ഞത്. ആ രക്തസമ്മർദ്ദം അധികരിച്ച് റാണി തീപ്പെട്ടാൽ മഹാരാജനും അധികകാലം താമസിയാതെ മനം നൊന്ത് നാട് നീങ്ങും. അതിനുവേണ്ട വെള്ളവും വളവും നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാങ്ങുന്നേ. ഏതിനു വേണ്ട ഏർപ്പാട്? മഹാരാജാവിന് വേണ്ട വെള്ളവും വളവും കൊടുക്കാനുള്ള ഏർപ്പാട്. മണ്ടത്തരം പറയാതെ ഫൽഗുന. അങ്ങനെ മഹാരാജാവ് മന്ത്രി അംഗത്തിനോട് മുഖം കാണിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താ കാര്യം? ആയോ? തമ്പുരാൻ മുഖം കാണിക്കണമെന്ന് പറഞ്ഞു. അതേ മന്ത്രിമുഖ്യ, എന്താണെന്നറിയില്ല. മനസ്സിന് ഒരു സമാധാനവുമില്ല. എന്തു പറ്റി തമ്പുരാനെ? തമ്പുരാട്ടിയുടെ ദീനമാണോ അങ്ങേ അലട്ടുന്നത്? അതും ഒരു കാരണമാണ്. കൊട്ടാരം വൈദ്യൻ കേമനാണല്ലോ. അദ്ദേഹത്തെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. കുറച്ചു നാളത്തെ വിശ്രമവും ഔഷധ സേവയും കൊണ്ട് തമ്പുരാട്ടിക്ക് സുഖമായി കൊള്ളും. അതെ. എങ്കിലും ദശാസന്ധികളുടെ ദോഷമോ ഈശ്വരകോപമോ ഉണ്ടോന്നറിയണം. എങ്കിൽ കൊട്ടാരം ജോത്സ്യനെ വരുത്തിക്കാൻ തിരുമനസേ. അതാണ് നാമും പറയാൻ വന്നത്. ജോത്സ്യനെ വരുത്തി പ്രശ്നവിചാരം നടത്തണം. എത്രയും വേഗം അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. ശരി തിരുമനസേ, കൽപ്പന പോലെ.
തമ്പുരാൻ തിരുമനസേ, ധനുരാശിയാണ് ആരൂഢമായി വന്നിരിക്കുന്നത്. ഉം. 9ാം ഭാവത്തിൽ ചിങ്ങത്തിൽ ഗുരു, 5ാം ഭാവത്തിൽ ആരൂഢാധിപനായി ഗുരുവിന്റെ ദൃഷ്ടിയും. ഇവ കാണിക്കുന്നത് തീർച്ചയായും സന്താനഭാഗ്യത്തെയാണ്. അങ്ങയുടെ ജാതകപ്രകാരവും 5ാം ഭാവം വളരെ അനുകൂലമാണ്. തമ്പുരാട്ടിയുടെ ജാതകത്തിൽ 9ാം ഭാവം തീർത്തു ഉത്തമം ആയതിനാൽ ഒരു സംശയം വേണ്ട തിരുമനസേ, സന്താന സൗഭാഗ്യം സുനിശ്ചിതം. ഭഗവാനെ, ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തവർക്ക് മുന്നിൽ വേറെയും മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഭക്തി. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം കിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസത്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോല